കൂട്ടുകാരെ എല്ലാവരും ഓണങ്ങൾ ആഘോഷിക്കുകയല്ലേ. ഇപ്പോഴും നല്ല അന്തരീക്ഷവും നല്ല ഒരിതല്ലേ ഓണം. എല്ലാവരും അടിച്ചു പൊളിക്കും. നമ്മളും അങ്ങനെ തന്നെ. പിന്നെ എന്താ എൻ്റെ നൈറ്റിയൊക്കെ കണ്ടോ? അടിപൊളി നൈറ്റി, നല്ല വർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇപ്പോഴത്തെ മോഡൽ നൈറ്റി. നല്ല ഭംഗിയല്ലേ കാണാൻ, ഇപ്പോഴത്തെ മോഡൽ. പിന്നെ ഒരു മഞ്ഞയും കൂടി എടുത്ത്, മഞ്ഞക്കിളി, മഞ്ഞക്കിളി. ഇത് നൈറ്റിയാണ് കേട്ടോ, ടോപ്പിൻ്റെ അതേപോലത്തെ നൈറ്റി. അടിപൊളിയില്ലേ കൂട്ടുകാരെ ഈ നൈറ്റിയൊക്കെ? പുതിയ മോഡൽ ഇപ്പോഴും വന്നതാണ്, സെറ്റപ്പല്ലേ. പിന്നെ ഞാനൊരു ഷാള് വാങ്ങി ഫർദയ്ക്കിടാൻ. അടിപൊളി ഷാള്. ഇനി ഇതാണ് എൻ്റെ ഫർദ. കാണിക്കാൻ പറ്റില്ല, ആരെങ്കിലും ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നു. ഇങ്ങനെ പറ്റണുള്ളൂ. അടിപൊളി പർദ്ദ. പർദ്ദയെങ്കിലും ടോപ്പ് മാതിരി ഇരിക്കും, ചുരിദാർ മോഡൽ പോലെ ഇരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഓണത്തിന് നമ്മുടെ ചേച്ചി പൈസ തന്നു. ചേച്ചി നമ്മളെ സാറുമൊക്കെ. അങ്ങനെ ഞാൻ നല്ല 2-3 തുണി എടുക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെയാണ് ഈ ഫർദ എടുത്തത്. ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ നൈറ്റി. അടിപൊളി നൈറ്റി. ഇതൊക്കെ ഞാൻ CB ന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. CBയിൽ നല്ല നൈറ്റികളൊക്കെ ഉണ്ട്. ഇതൊരെണ്ണം. എല്ലാവരും ഡ്രസ്സുകളൊക്കെ എടുത്തു. എല്ലാവരും രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞാണ്, സമയം കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് നമ്മളെ സൽക്കാരം. ഓണത്തിന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നവരാണ്. ഉച്ചയ്ക്ക് നമുക്ക് അവിടെയാണ് സദ്യ, രാവിലെ അവിടെ നിന്നായിരുന്നു കാപ്പി. അപ്പം ഇന്ന് നമ്മളൊന്നും വ്യാപിക്കാതെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. കുറച്ച് റെസ്റ്റ് എടുത്തൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച്. കൂട്ടുകാർക്കെല്ലാം ഓണാശംസകൾ. എല്ലാവരും ആരോഗ്യത്തോടെ അസുഖമൊന്നും ഇല്ലാതെ സന്തോഷമായി ഓണങ്ങൾ ആഘോഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പടച്ചവൻ്റെ അടുത്ത് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കേ.